നമസ്കാരം. മലയാളം വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലെ പ്രസിദ്ധമായ കൽക്ഷേത്രത്തിലാണ്, വിഷ്ണുപുരി. വയനാട്ടിലെ ഈ അതിപുരാതന ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വയനാട്ടിലെ പുത്തങ്ങാടി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന കൽക്ഷേത്രമാണ് വിഷ്ണുപുരി. നടവയൽ വില്ലേജിൽ പുഞ്ചവയൽ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറി കാപ്പിത്തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. ഇത് അതിപുരാതനമായ ഒരു ജൈനക്ഷേത്രമാണ്. ജൈന വിഭാഗങ്ങളിൽ ദിഗംബര വിഭാഗത്തിൻ്റെതാണ് ഈ ക്ഷേത്രം. BC 9-ാം നൂറ്റാണ്ട് മുതൽ സജീവമായ മതമാണ് ജൈനമതം. 23ാമത്തെ തീർത്ഥങ്കരനായിരുന്ന പാർശ്വനാഥന്റെ കാലത്താണ് ഈ പുതിയ ജീവിത രീതി സജീവമാകുന്നത്. ജൈനരുടെ വിശ്വാസമനുസരിച്ച് ആദ്യ തീർത്ഥങ്കരൻ ആദിനാഥാണ്, അല്ലെങ്കിൽ ഋഷഭദേവനാണ്. ഋഷഭദേവൻ മുതൽ വർത്തമാന മഹാവീരൻ വരെയുള്ള 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിന്റെ ഇന്നത്തെ എല്ലാ ആശയങ്ങളും പകർന്നു നൽകിയത്. BC 322 മുതൽ 297 വരെയുള്ള കാലഘട്ടം ചന്ദ്രഗുപ്ത മൗര്യൻ്റേതാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ, മഹാനായ അശോക ചക്രവർത്തിയുടെ പിതാമഹൻ. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ ജീവിത അവസാന കാലഘട്ടത്തിൽ കർണാടകത്തിലെ ശ്രാവണ ബെലഗോളയിലേക്ക് വരികയും തൻ്റെ ഗുരുവായ ഭദ്രബാഹുവിനോടൊപ്പം ജീവിക്കുകയും അവിടെ ഒരു ജൈന സന്യാസിയായി ശേഷിക്കുന്ന കാലം ജീവിച്ച് സല്ലേഖന വ്രതം അനുഷ്ഠിച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. കർണാടകത്തിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയ ജൈനരുടെ പിൻഗാമികളാണ് ഇന്നും വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. അവരുടേതായിരുന്നു ഈ ക്ഷേത്രം. ഹൊയ്സാള ബെല്ലാരരുടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ശൈലിയിൽ പണിത മനോഹരമായ കൽക്ഷേത്രമാണിത്. ഇതിൽ ഗർഭഗൃഹം, ശുഗനാസി, നവരംഗ മണ്ഡപം, മുഖമണ്ഡപം എന്നിങ്ങനെയൊക്കെയുള്ള ഹൊയ്സാള ശൈലി വ്യക്തമായി കാണാം. കൽത്തൂണുകളിൽ പ്രതിമകൾ നിർമ്മിക്കുന്ന രീതിയിലുള്ള വിജയനഗര ശൈലിയും ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നോക്കിയാൽ തകർന്നു കിടക്കുന്ന മുഖമണ്ഡപത്തിന്റെയും ഗോപുരത്തിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ കാണാം. ഇതിലൽപ്പം വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന അവശിഷ്ടങ്ങളിൽ ജ്വാലാമാലിനി യക്ഷിയുടേതെന്ന് കരുതപ്പെടുന്ന ശിലാവിഗ്രഹവും കണ്ടെടുത്തിട്ടുണ്ട്. ഈ ജൈനക്ഷേത്രത്തിന്റെ കൽത്തൂണുകളിലും ചുമരുകളിലും വൈഷ്ണവ മതവുമായി ബന്ധമുള്ള ചില ചിഹ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് വിഷ്ണുപുരി എന്ന പേര് ലഭിക്കുന്നത്. ഈ കൽക്ഷേത്രത്തിന്റെ വടക്കേ ചുവരിൽ കാളിയന്റെ ഫണത്തിന്മേൽ നൃത്തം ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ രൂപം കാണാൻ സാധിക്കും. ഇതിനടുത്ത് തന്നെ കയോത്സർഗ രീതിയിലുള്ള തീർത്ഥങ്കര വിഗ്രഹവും നമുക്ക് കാണാവുന്നതാണ്. ജൈന പുരാണമനുസരിച്ച് ശ്രീകൃഷ്ണൻ 22ാമത്തെ തീർത്ഥങ്കരനായ നേമിനാഥന്റെ അടുത്ത ബന്ധുവാണ്. ഇതേ ചുവരിൽ തന്നെ കുതിരപ്പുറത്ത് കയറി വാളുയർത്തിപ്പിടിച്ച് സവാരി ചെയ്യുന്ന ബ്രഹ്മയക്ഷന്റെ രൂപവും കാണാം. 10ാം തീർത്ഥങ്കരനായ ശീതളനാഥന്റെ രക്ഷാദേവതയാണ് ബ്രഹ്മയക്ഷൻ. പത്മാസനത്തിലിരുന്ന് കൈകൾ മലർത്തി തലയ്ക്കുമേലെ മടിയിൽ വെച്ച് അല്ലെങ്കിൽ കായോസർഗ രീതിയിൽ ഉള്ള തീർത്ഥങ്കര രൂപങ്ങൾ മുഖമണ്ഡപത്തിലെ തൂണുകളിലും നമുക്ക് കാണാവുന്നതാണ്. തെക്കേ ചുവരിന്മേൽ കൊത്തിയ മത്സ്യത്തിന്റെയും കൂർമ്മത്തിന്റെയും രൂപങ്ങൾ കാണാം. മത്സ്യം 18ാമത്തെ തീർത്ഥങ്കരനായ അരനാഥന്റെയും കൂർമ്മം 20ാമത്തെ തീർത്ഥങ്കരനായ മുനി സുബ്രതന്റെയും ചിഹ്നങ്ങളാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന ദ്വാരത്തിൽ നേമിനാഥ തീർത്ഥങ്കരന്റെ യക്ഷനായ ഗരുഡനെ കൊത്തിവെച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉൾവശം 3 ഭാഗമാക്കാം. ഒന്ന് ഗർഭഗൃഹം, അതിന് തൊട്ടു മുമ്പിൽ ശുഗനാസിലേക്ക് പ്രവേശിക്കാനുള്ള നവരംഗശാല,
ഈ നവരംഗശാല എന്ന് പറയുന്ന ജൈനക്ഷേത്രങ്ങളുടെ ഏറ്റവും പ്രത്യേകതയുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതില് നിരനിരയായിട്ടുള്ള ശില്പവേലകളുള്ള തൂണുകൾ പൊതുവെ കാണാവുന്നതാണ്. വിഷ്ണുകുടിയിലെ നവരംഗശാല സ്തംഭങ്ങൾ കലാഭംഗിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതായിട്ടാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഓരോ തൂണും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നർത്തകിമാരും വാദകരും എല്ലാം മനോഹരമായി ഈ കൽത്തൂണിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലെ തൂണുകളിൽ ഒന്നിൽ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭന്റെ രക്ഷാദേവതയായ വിജയയക്ഷൻ തന്റെ വാഹനമാകുന്ന തത്തയുടെ പുറത്തേറി സവാരി ചെയ്യുന്ന രൂപം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു രൂപമാണ് കേശാലങ്കാരം ചെയ്യുന്ന സുന്ദരിയുടേത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി പേർ പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ പഠനം നടത്തിയിരിക്കുന്ന ഡോക്ടർ M.R. രാഘവ വാര്യർ സാറിന്റെ പഠനത്തിൽ അദ്ദേഹം ഫെർഗൂസൺ ഭാരതീയ ശില്പകലയെക്കുറിച്ച് വിദഗ്ധ പഠനം നടത്തിയ ഫെർഗൂസന്റെ പഠനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: മധ്യകാലഘട്ടങ്ങളിൽ ജൈനന്മാർ ചില ഹൈന്ദവ ദേവതകളുടെ അസ്തിത്വം അംഗീകരിക്കുകയും അവയിൽ തങ്ങളുടെ തീർത്ഥങ്കരന്മാരുമായി പുരാണത്തിൽ ബന്ധപ്പെട്ട ദേവതകൾക്കെങ്കിലും ശില്പങ്ങളിലേക്ക് പ്രവേശം നൽകുകയും ചെയ്തു എന്നാണ്. ഇതിൽ മത്സ്യം, കൂർമ്മം എന്നീ ചിഹ്നങ്ങൾ വൈഷ്ണവ ചിഹ്നങ്ങൾ മാത്രമല്ല, അത് ജൈന തീർത്ഥങ്കരന്മാരുടെ ചിഹ്നം കൂടിയാണ് എന്ന് ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ജൈന മതത്തിന്റെ ഏറ്റവും നിർണായകമായ അസ്തിത്വം വെളിപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് വിഷ്ണുകുടി. ഈ ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പോൾ